Yes, welcome back to Race A Gun. So practical exam-ആയിട്ട് ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അല്ലേ? മാത്സ് എക്സാം ഓൺലൈൻ ആക്കുന്നു എന്നുള്ള പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാത്സിന്റെ പ്രാക്ടിക്കൽ എക്സാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കും നടപ്പിലാക്കുക. ഈ വർഷം വരുന്ന പുതിയൊരു തീരുമാനമാണ്. പക്ഷേ അതിൽ യാതൊരു കൺഫർമേഷൻസും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് ഒരു സർക്കുലർ, വിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ്. അത് ഓൺലൈനിലേക്ക് തന്നെ മാറ്റുകയാണ്. അത് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഓൺലൈനായി മാറി. ഓക്കെ, നമ്മൾ അത് നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. 5 വർഷമായിട്ടാണ് മാത്സിന്റെ പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷം പൂർത്തിയാകുകയാണ്. അതായത് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നിങ്ങൾ ലാബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്സ് ഇല്ലായിരുന്നു. അപ്പൊ റെഡി, വായിച്ചോളൂ. അപ്പൊ ഈ സാഹചര്യത്തിൽ പ്രായോഗിക പരീക്ഷയുടെ മാതൃകാ പരീക്ഷകൾ ഈ പരിഷ്കരിച്ച സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ആയിരിക്കും പുതിയ പരീക്ഷകൾ നടക്കാൻ പോകുന്നത്. ആൻഡ് ആദ്യമായിട്ടാണ് സോഫ്റ്റ്വെയറിലൂടെ എക്സാമിനേഷൻ മാറുന്ന ആദ്യ വർഷമായതുകൊണ്ട് തന്നെ ഈ മാസം ജനുവരി 22 ശേഷം ലാബ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഈ 2 മാസങ്ങളിലത്തെ എക്സാമിന് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിന്നും 4 ലാബുകളും സെക്കൻഡ് ഇയറിൽ നിന്ന് 4 ലാബുകൾ, അങ്ങനെ 8 ലാബാണ് നിങ്ങൾക്കുള്ളത് അല്ലേ? അത് 8 ലാബുകളാക്കിയിട്ടുണ്ട്. കാരണം ആദ്യമായിട്ടാണ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചൊരു എക്സാം നടക്കാനായിട്ട് പോകുന്നത് അല്ലേ? അതേപോലെ ഇനി വരുന്ന അധ്യയന വർഷങ്ങളിൽ എത്ര ലാബുകളായിരിക്കും എന്നുള്ളതൊക്കെ ഇതിന് ശേഷം. ആദ്യ വർഷം ആയതുകൊണ്ട് അതിന് ഒരുപാട് പരിമിതികൾ, നിങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യുക അല്ലെ, നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യമായിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രയൽ എക്സാം ഒക്കെ നിങ്ങൾ നടത്തി നോക്കേണ്ടതായിട്ടുണ്ട്. ട്രയൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ഈ 2 ലിങ്കുകൾ നിങ്ങൾ ഈ 2 സൈറ്റ് സന്ദർശിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് ട്രയൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ 2 സൈറ്റുകളിൽ അവൈലബിൾ ആകും. അപ്പൊ സൈറ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. പിന്നെ ഡെമോ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൈവിൽ ഈ 2 ലിങ്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ പ്രാക്ടിക്കലിനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വീഡിയോസുമായിട്ട് മാത്സ് ടീം വരുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ബൈ.